എൻ്റെ കുടുംബജീവിതം വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ക്ഷമ ഉണ്ടാവണം. ക്ഷമല്ലേ എന്നോ പൊട്ടിപ്പോയിട്ടുണ്ടാവും നമ്മുടെ കുടുംബജീവിതമല്ലേ. കാരണം സഹോദരിമാർ ഒരു പക്ഷെ ക്ഷമ ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങളും ഞാനും ഇങ്ങനെ കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ആൾക്കാർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, പുറത്ത് കാണുന്ന ഫൈസലല്ല കുടുംബത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ പറ്റി പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഒരാളെപ്പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയാണ്, നിങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് വരാൻ പറ്റിയത് നിങ്ങൾ ദുനിയാവിൽ വല്ലാണ്ട് ക്ഷമിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടിയുണ്ട്, എനിക്കൊരു പെൺകുട്ടി ഉണ്ടെന്ന് കരുതുക. ഈ പെൺകുട്ടിക്ക് ഒരു ഇസ്ലാമികമായിരിക്കുന്ന ഒരു വസ്ത്രധാരണ രീതിയുണ്ട്. പ്രായപൂർത്തി എത്തുമ്പോൾ പ്രത്യേകിച്ച് അല്ലേ ഒരു പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പസിലേക്ക് ഒരു കുട്ടി പോകുമ്പോൾ ക്യാമ്പസിൽ കുട്ടി ചെന്ന സന്ദർഭത്തിൽ തന്നെ അവിടെ കാണുന്ന ഡ്രസ്സിന്റെ കോഡ് എന്താ? വളരെ വൾഗറായിരിക്കുന്ന ഒരു വസ്ത്ര. അപ്പൊ അവൾക്ക് നമ്മളൊരു ഇസ്ലാമികമായിരിക്കുന്ന ഒരു വേഷം കൊടുക്കുമ്പോൾ അവൾ പറയാന്ന് കൂട്ടുക, എന്തു ചെയ്യാൻ കഴിയും? എനിക്ക് എന്തായിരുന്നാലും ആ ക്യാമ്പസ് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണ്ട, എനിക്ക് കുറച്ചുകൂടി അവരിടുന്ന ടീഷർട്ടും പാൻറ്റും മതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും ഒരു ഉപ്പാക്കും ഉമ്മാക്കും നല്ലൊരു പ്രയാസം ഉണ്ടാവും, പ്രത്യേകിച്ച് മതപരമായിട്ട് ബോധമുള്ളവരാണെങ്കിൽ. ക്ഷമിച്ച് നിന്ന് പറഞ്ഞ് ഉപദേശിച്ച് അവളെ പരമാവധി ആ ഒരു ഇസ്ലാമിക വസ്ത്രധാരണ രീതിയിലേക്ക് കൊണ്ടുവരാൻ അങ്ങേയറ്റത്തെ ത്യാഗം ചിലപ്പോൾ ബാപ്പാരും ഉമ്മാരും സഹിക്കേണ്ടി വരും. എന്നാലോ ലിബറൽ ചിന്താഗതിയുള്ള ബാപ്പാരും ഉമ്മാരാണെങ്കിലോ ബേജാറില്ല. കാരണം എന്താ, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും. പക്ഷെ ഈ ബാപ്പയും എന്താ ചെയ്ത്, ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് പൊന്നാര മോളെ, ഞാൻ പഠിച്ചിരിക്കുന്ന മതപരമായ നിയമപ്രകാരം ഇസ്ലാമികമായിരിക്കുന്ന വേഷം തന്നെ വേണം എന്ന് പറഞ്ഞോളെ ശരിയാക്കി എടുക്കണമെങ്കിൽ എത്ര ക്ഷമയും സഹനവുമാണോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഘടനാ യോഗത്തിൽ വെച്ച് ഒരാൾ പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 10-20 കൊല്ലമായി ഈ സംഘടനാ രംഗത്തുണ്ട്, പക്ഷെ എൻ്റെ ഭാര്യനെ ഒരു തലയിലേക്ക് തട്ടടിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല എന്ന് അയാൾ പറഞ്ഞ ബേജാറ് പരാതി പറഞ്ഞത്. അയാൾ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞിട്ടില്ലാന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു വിഷമം ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമോ? എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുക, ക്ഷമയോടുകൂടി നിന്നിട്ട് പരമാവധി ആ ഇണയെയും മക്കളെയും ഒരു ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച് അവസാനം ആ കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടായാൽ അങ്ങനെയാണ് ഇവർക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുക. അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയാണ്, നിങ്ങൾ ക്ഷമിച്ച് നിന്ന് ദുനിയാവിൽ സഹിച്ച് നിന്ന് പരമാവധി ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് അവസാനം ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഗോള് നമ്മൾ സെറ്റ് ചെയ്തു വെക്കൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഓതി വെച്ചിരിക്കുന്ന റഅദിലെ 23-ാമത്തെ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ആയത്താണ്, ബേജാറുള്ള. പക്ഷെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമകാല ലോകത്ത് എനിക്ക് തോന്നുകയാണ് ഒരുപക്ഷെ നമ്മുടെ ഇണയെ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കും. ഞാനും ഇണയും കൈപിടിച്ച് പോയേക്കും. ഞാൻ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്ന എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് അവരെ പിടിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നറിയില്ല. നല്ല ക്ഷമയും നല്ല സഹനവും നല്ല മതപരമായിരിക്കുന്ന ബോധവും ഉണ്ടെങ്കിൽ മാത്രമേ അവരെയും കൂടി നമുക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന, അതിന് നല്ല പരിശീലനം വേണമെന്നാണ് പറയുന്നത്. അതൊരു വലിയ ടോപ്പിക്കാട്ടോ. അതിനെപ്പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പരിശീലനം ലഭിച്ചെങ്കിൽ മാത്രമേ ഇണജീവിതം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കുടുംബജീവിതത്തിൻ്റെ മധുരം ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിലടക്കം കുടുംബജീവിതത്തിൻ്റെ മധുരം ആസ്വദിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ 10-25 കൊല്ലമായിട്ട് ആസ്വദിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ എൻ്റെ നിക്കാഹ് ഖുതുബയിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്, ഞാനത് ഇവിടെ ആവർത്തിക്കുകയാണ്. കല്യാണം കഴിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് പ്രിയപ്പെട്ട ഭർത്താവിന് എന്തോ ഒരു ശാരീരികമായ പ്രയാസം വന്നു. ശാരീരിക പ്രയാസം വന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡയഗ്നോസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് മാരകമായ രോഗമാണ്, ബെഡഡായി പോകും എന്ന് പറഞ്ഞ രൂപത്തിൽ അവർ ബെഡഡായി. ഒരു 6 മാസക്കാലം കൊണ്ട് ബെഡഡായി, ശരീരം മൊത്തം പോയി. എന്നിട്ട് അവസാനം ഇവർക്കൊരു ജീവിതം തന്നെ ഇല്ല എന്ന് വേണേൽ പറയാം. ശാരീരിക ജീവിതമല്ല, യാത്രകളില്ല, ഒന്നുമില്ല. പക്ഷെ അവസാനം ഈ ചെറുപ്പക്കാരൻ പെൺകുട്ടിയോട് പറയാണ്, നമ്മൾ ഏതായിരുന്നാലും ജീവിതം തുടങ്ങിയല്ലോ, നിനക്ക് വേറൊരു ജീവിതം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ വേറൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞൊരു സംസാരമുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞ സംസാരം വളരെ പ്രധാനപ്പെട്ട പ്രതീക്ഷ നൽകുന്ന സംസാരം. അവൾ പറഞ്ഞു, നമ്മളങ്ങനെ പിരിയാൻ വേണ്ടിയിട്ടല്ല ഒരുമിച്ചത്, മരണം വരെ മുന്നോട്ട് പോകാനാണ് ജീവിച്ചത്. 10-20 കൊല്ലത്തിലധികം ഈ കിടന്ന സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടി ഭർത്താവിനെ നോക്കിയത്രേ. എന്നിട്ട് അവസാനം ഇതിന് ICUലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ പെൺകുട്ടി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭർത്താവിന് ദീർഘായുസ് കൊടുക്കണേന്ന്. ICUലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കുടുംബജീവിതത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞെന്താ അറിയോ, വലിയ തൗഫീഖ് എന്നതിനെ പറ്റി പറയാനുള്ളൂ. ഇങ്ങനെ കുടുംബജീവിതം നയിച്ച ആൾക്കാർക്ക്
റബ്ബ് സ്വർഗ്ഗം അല്ലാതെ എന്താ കൊടുക്കുക? ഞാൻ പറയാ, ഈ ഇണകളെ അള്ളാഹ് സ്വർഗത്തിലേക്കല്ലേ കൊണ്ടുപോവുക? ഒരു കാര്യവും സംശയമില്ലാത്ത രൂപത്തിൽ ഇവരെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എനിക്ക് നിങ്ങളോട് പറയണമെന്നറിയോ, നമ്മൾ കുറച്ചുകൂടി ആ തലത്തിൽ കൂടി നമ്മുടെ കുടുംബജീവിതത്തെ കാണാൻ പറ്റുകയാണെങ്കിൽ വലിയ വിജയം ഉണ്ടാവും. ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി നമുക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോൾ കയ്യിലുള്ള പാത്രം ആയിഷാ ബീവി തട്ടിപ്പൊട്ടിച്ചപ്പോൾ നിലത്ത് വീട് പൊടിയായി പോയപ്പോൾ ഞാനോ നിങ്ങളാണെങ്കിൽ കൈ ഉയർത്തുമായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനിഞ്ഞതിങ്ങനെ പെറുക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി ആയിഷ പറഞ്ഞു, ഞാനും പെറുക്കാൻ കൂടാ എന്ന് പറഞ്ഞിങ്ങനെ താഴോട്ട് ഇങ്ങനെ കൈയിട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഒളിബത്ത് ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസിനികളുടെ മാതാവിന് എന്തോ ഒരു ചെറിയ ദേഷ്യം പിടിച്ചു എന്നേ പറഞ്ഞുള്ളൂ, തൊടാൻ സമ്മതിച്ചില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നേരത്തെ ഞാൻ പറഞ്ഞ ഖുർആനിലെ സൂറത്തുർ റഅദിൽ 23-ാം ആയത്തില്ലേ, ഈ ആയത്ത് പ്രകാരം സ്വർഗത്തിലേക്ക് ഒരുമിച്ച് പോകാൻ കഴിയുള്ളൂ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യമാണ്. ഇപ്പം ഞാൻ വായിച്ച കൂട്ടത്തിലെ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു ഹദീസ്, പുരുഷന്മാരോടാണ് ഈ ഹദീസ് പറയാനുള്ളത്. ഞാൻ ഈ ഹദീസ് കണ്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ഹദീസ് എനിക്ക് പറയാം. റസൂൽ പറഞ്ഞു, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനത്തൻ, ആണുങ്ങളെ, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ചൊറിയാൻ പോവരുത് എന്ന്. അവിടെ ഉപയോഗിച്ച പദം ചൊറിയാൻ പോവരുത് നിങ്ങൾ. എന്നിട്ട് റസൂൽ പറഞ്ഞൊരു കാര്യം കേട്ടോ, എത്ര ശരിയാ. ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ, ഒരു സ്വഭാവങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് സ്വഭാവം ഒരിടത്തുണ്ടാകുന്നു. ഒരു സ്വഭാവം അവർക്ക് മോശമാണെങ്കിൽ വേറെ കുറേ സ്വഭാവം നല്ലതുണ്ടാകുന്നു. ശരിയല്ലല്ലേ? ഈ ചില സംസാരങ്ങൾ ഒച്ചത്തിലായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ വേറെ ഒരുപാട് ക്വാളിറ്റീസ് അവർക്കുണ്ടാകും. എനിക്ക് എൻ്റെ പെങ്ങള് എപ്പോഴും പറഞ്ഞൊരു ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരുന്നതിന്, എൻ്റെ മക്കളൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് തന്നെ അവരുടെ ത്യാഗം ശരിക്കും ലൈവായിട്ട് നമ്മൾ കണ്ടില്ലേ. ഒരു 12 മണിക്കൊക്കെ ചെറിയ കുഞ്ഞ് മൂത്രമൊഴിക്കുകയോ പിന്നെ വിസർജിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പുതപ്പെടുത്ത് വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ പോലും ഇതിനെ എടുത്തു കൊണ്ടുപോയി കഴുകി അവിടെ കിടത്തി അവരുടെ ഉറക്ക് നിരവധി തവണ പോയാലും ഒരു പരാതി പറയാത്തവരാ. പക്ഷെ അവർ രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയ സമയത്ത് പിന്നെ പുളിയോ എരിവോ ഉപ്പോ എന്തെങ്കിലും കുറഞ്ഞുണ്ടാകും. എൻ്റെ ഷർട്ട് തയ്ച്ചു തന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, സ്വാഭാവികമായിട്ടും ഒരു ചുളിവുണ്ടാകും. എൻ്റെ ഈ ഹദീസ് പ്രകാരം ഞാൻ ഒരക്ഷരം അവരോട് മിണ്ടാൻ പാടില്ല എന്നാ. ഞാൻ ഈ ഒരു സ്ട്രാറ്റജി സ്വീകരിച്ച എന്താ സംഭവിക്കാൻ പോകുന്ന അറിയോ? എൻ്റെ ഇണൻ്റെ കൂടെ എനിക്ക് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. ഇപ്പോഴും മുൻകോപവുമായിട്ട് നടക്കുന്ന നിരവധി ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാനിത് എങ്ങനെയാ അത് പറഞ്ഞ് തർപ്പിക്കാന്ന് എനിക്കറിയില്ല. നമ്മൾ ചില സംസാരം നടത്തേണ്ടി വന്ന സാഹചര്യങ്ങൾ എനിക്കറിയാം. അത് നമ്മൾ ഒരിക്കലും ഉണ്ടാവരുത്. കാരണം ഈറ്റുകളെ കയ്യിൽ എന്തുണ്ട്? ഒരുപാട് നന്മകളുണ്ട്, പോരായ്മകളുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ഒരുപാട് നന്മകളും ക്ഷമയുമുള്ള ഒരു വിഭാഗമാണ് ഇവർ. നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു ഗുണം, ഒരു പ്രയാസം എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്നാലും വേറെ ഒരുപാട് ക്വാളിറ്റികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞത് അറിയോ? അയ്യു മുംറഅത്തിൻ മാതത് വസൗജുഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഈ ചെറുപ്പക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുകയാണല്ലോ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗ്ഗമുള്ളത് തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവിന്റെ മടിത്തട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന് വഫാത്താകുന്ന ഒരു വല്ലാത്ത രംഗം അവസാനം പറയുന്നുണ്ടല്ലോ. അത് പ്രഭാഷണത്തിൽ ധാരാളം കേട്ടതാ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ വലിയ സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അത് ഞാനിവിടെ ആവർത്തിച്ച് പറയട്ടെ. നമ്മൾ എന്ത് ചെയ്യണം, പുരുഷന്മാരെന്ത് ചെയ്യണം അറിയോ? നമ്മുടെ ഇടയ്ക്കൊന്ന് രാവിലെയൊക്കെ ഒന്ന് അടുക്കളയിൽ പോകണം. അടുക്കളയിൽ പോകുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങൾ അത് പറഞ്ഞു കൊടുത്തോ, നിങ്ങളിപ്പോൾ പറയുന്നുണ്ടാവും മനസ്സിൽ. അടുക്കളയിലേക്ക് നമ്മൾ പോകണം രാവിലെ. ഒരു വലിയ ആശ്വാസം ഇവർ കിട്ടുന്ന. നമ്മൾ രാവിലെ കഴിച്ചിരിക്കുന്ന വല്ലാത്ത സമയത്ത് നമ്മൾ വന്നപ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിരിക്കുന്ന പ്ലേറ്റൊക്കെ നമ്മൾ തന്നെ ഒന്ന് കഴുകുകയും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ സഹായം നമ്മൾ അടുക്കളയിൽ വെച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും നല്ലൊരു ഭർത്താവിൻ്റെ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ അവരുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാ നരകത്തിലേക്ക് അവരൊരിക്കലും പോയില്ലല്ലോ. പരമാവധി സ്വർഗത്തിലേക്ക് തന്നെ അള്ളാഹു അവരെ എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടായിരിക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാനുള്ള കാരണം. നിങ്ങൾ എന്ത് ചെയ്യണ്ട, വെറുതെ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക. അങ്ങോട്ടും പ്രാർത്ഥിക്കണം എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അസാന്നിധ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക കൂലിയുണ്ട്. ഇയാൾ രാവിലെ അങ്ങ്
പോയി കഴിഞ്ഞ് നിങ്ങൾ ലോറിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഭാര്യ ജോലിക്ക് പോയി അല്ലെ മറ്റൊരാവശ്യത്തിന് വേണ്ടി പോയി, ഞാൻ അവിടെ വെച്ച് ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വല്ലാത്ത പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത നമുക്ക് കിട്ടുകയാണെങ്കിൽ വലിയ ഒരു കാര്യമായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം വല്ലാതെ പരത്തി പറയേണ്ട കാര്യമല്ല. നല്ല ബോധ്യമുള്ള ആൾക്കാർ തന്നെയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. SIS നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 9 ചാപ്റ്ററാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. വിവാഹം എന്തിന്, വിവാഹ ജീവിതം എങ്ങനെ, വിവാഹ ജീവിതത്തിൽ വരുന്ന പോരായ്മകൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, അതോടൊപ്പം തന്നെ ഈ ത്വലാഖ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊക്കെ എപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണെന്ന് പറയുന്ന കുടുംബം എന്ന് പറഞ്ഞൊരു സെമസ്റ്റർ ഉണ്ട്, ഒരു സെഷൻ ഉണ്ട്. ആ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 2 പോയിന്റ്, ഒന്ന് ഇണ, ഒന്ന് ഞാൻ പറഞ്ഞ വീട് പറഞ്ഞു, ഒന്ന് കുടുംബത്തിലെ ഇണയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഒരു സംഗതി, അത് പറയാൻ വളരെ സമയം കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കളാണ് വലിയൊരു പ്രതിസന്ധിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഘടകം. അതിന് വളരെ ഗൗരവമുണ്ട്. ഇപ്പം ഞാനൊരു ആയത്ത് പറയാൻ, വിശദീകരിക്കാൻ നേരം പോയി പരിശോധിക്കണം. 2 ആയത്തെ ഞാൻ പരിശോധിക്കാൻ പറഞ്ഞുള്ളൂ. ഒന്ന് സൂറത്തുൽ റഅദിൽ 23. ഇനി നിങ്ങൾ പരിശോധിക്കേണ്ട ആയത് സൂറത്തു തഗാബുലിലെ 14-ാമത്തെ ആയത്ത്. ഇത് വായിക്കുമ്പോൾ നെഞ്ഞിങ്ങനെ പടയ്ക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എത്ര ആൾക്ക് പടച്ചു എന്നുള്ളത് എനിക്കറിയില്ല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളെ ഇണകളിലും നിങ്ങളെ മക്കളിലും ശത്രുക്കളുണ്ട്. നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എന്നിട്ട് ഖുർആൻ അവിടെ ഉപയോഗിച്ച പദം ഫഹ്ദറൂഹും, നിങ്ങൾ നല്ല ജാഗ്രത പുലർത്തണം കേട്ടോ. എന്നിട്ട് ഈ ആയത്ത് അവസാനിപ്പിച്ച് എങ്ങനെ അറിയോ? ഈ ആയത്ത് അവസാനിപ്പിച്ചത് ഒരു മനഃശാസ്ത്ര സമീപനത്തിലൂടെയാണ്. മക്കളെ വിചാരിച്ച രൂപത്തിൽ കിട്ടിയില്ല, ഇണയെയും വിചാരിച്ച രൂപത്തിൽ കിട്ടിയില്ല, വേഗം അടിച്ചോടിക്കല്ല, വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയല്ല, ഇണയോട് അവളുടെ വീട്ടിലേക്ക് പോകാൻ പറയല്ല. വഇൻ തൗഫു, നിങ്ങൾ മാപ്പ് കൊടുക്കണം, വതസ്ഫഹു വതഗ്ഫിറു, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ പരമാവധി അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, പടച്ചോൻ പാപങ്ങളൊക്കെ പൊറുക്കുന്നവനാണ്. ഈ ആയത്ത് ഗവേഷണ വിഷയമല്ലേ എന്ന് പറഞ്ഞാൽ ഇണകളിലും മക്കളിലും ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയോ? ഇല്ല. ശത്രുക്കളാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യരുത്, വീണ്ടും ശത്രു ആവാൻ എന്ത് ചെയ്യരുത്, അനുവദിക്കരുത്. ഇപ്പോൾ ഒരു മദ്യപാനി ആയിപ്പോയി ഒരു മോന്, എന്ത് ചെയ്യും? അവൻ ഒഴിവാക്കാൻ പറ്റുമോ? നിസ്കരിക്കാത്തൊരു മോനായിപ്പോയി ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ലാന്ന്. എന്താ ചെയ്യേണ്ടതാ? ഇസ്ലാമിക വേഷം ധരിക്കാത്തൊരു പെണ്ണാണ്, ഈ വീട്ടിൽ കയറരുത് പറയാൻ പറ്റുമോ? ഇല്ല. ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി മാപ്പ് കൊടുത്തുകൊണ്ട് അവരെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം. പുതിയ തലമുറയെ പറ്റി നിങ്ങൾക്ക് അറിയോ? ഓക്സ്ഫോർഡ് ഡിക്ഷണറി എല്ലാ വർഷവും ഒരു പദം തിരഞ്ഞെടുക്കും. 2 വർഷം മുമ്പ് അവർ തിരഞ്ഞെടുത്തൊരു പദമുണ്ട്. ഇക്കഴിഞ്ഞ വർഷം ഒരു പദം തിരഞ്ഞെടുത്തത് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. 2 വർഷം മുമ്പ് അവർ തിരഞ്ഞെടുത്ത പദം ബ്രെയിൻ റോട്ട് എന്നാണ്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവരെ തലയും മനസ്സും എല്ലാം പോയതിനെ കുറിക്കുന്ന പദമാണ് ബ്രെയിൻ റോട്ട്. നല്ല വോട്ട് കിട്ടിയിട്ടാണ് ആ പദം തിരഞ്ഞെടുത്തതെന്നാണ് പറയുന്നത്. ആ കുട്ടികളോടാണ് നമ്മൾ സംസാരിക്കാനുള്ളത്. അച്ഛനും മകനും കൂടി പിന്നെ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ കയറി പോവുക, ലിഫ്റ്റ് കേടായിട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ അച്ഛനോട് മകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംസാരമുണ്ട്. ആ സംസാരത്തിൻ്റെ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. കുട്ടി പറഞ്ഞതറിയോ? കോണി കയറി 2-3 സ്റ്റെപ്പ് ആ കുട്ടി പറഞ്ഞു, ഇതിലെ 2-3 കോണി ഡിലീറ്റ് ആക്കണം എന്നാണ് പറഞ്ഞത്. 2-3 കോണി ഡിലീറ്റ് ആക്കണം എന്ന്. ആ കുട്ടിയുടെ ആ ശൈലി വ്യത്യാസം മനസ്സിലായി എല്ലാവർക്കും. ആ കുട്ടികളോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കാൻ പോകുന്നത്. വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മതിയാവുന്നില്ല. ഒരു വീട്ടിൽ വിരുന്നിന് പോയ സമയത്ത്, പുതിയ തലമുറേൻ്റെ വ്യത്യാസം നോക്കണേ, ഞാൻ LP സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ഞാനൊരു ദിവസം കുട്ടിക്ക് ഒരു വർക്ക് കൊടുത്തുകൊണ്ട് പിന്നെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇറങ്ങിയപ്പോഴേക്ക് എൻ്റെ ഫോണിൻ്റെ ലോക്ക് പൊട്ടിക്കാനാ വലിയ കാര്യമൊന്നുമായിട്ടല്ല, അത്യാവശ്യം എന്തോ കണ്ടിട്ടുണ്ടാവും എപ്പോഴും ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ എങ്ങോട്ടോ തിരിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ വരുമ്പോഴേക്ക് അത് ക്രോപ്പ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഉമ്മാർക്ക് അയച്ചു കൊടുത്തു. എല്ലാവർക്കും ബാപ്പാർക്ക് അയച്ചു കൊടുത്താൽ കുഴപ്പമില്ലായിരുന്നു, ഉമ്മാർക്ക് അയച്ചു കൊടുത്തു. ഉടനെ തന്നെ എനിക്ക് കോൾ വന്നു, ഫൈസൽ മാഷ് ഞങ്ങളൊരു കോലല്ലാത്ത ഫോട്ടോ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന്. നിമിഷ നേരം കൊണ്ട് ഞാനെന്താ അത് പറഞ്ഞോ, ഇതൊന്നും അല്ല നിങ്ങൾ പറയൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, മുമ്പ് നമുക്ക് അങ്ങനെ തോന്നിയിരുന്നോ? അധ്യാപകന്മാരടുത്തേക്ക് തന്നെ എടുക്കാൻ ഭയങ്കര പേടിയല്ലായിരുന്നോ? ഇത് എൻ്റെ ഫോൺ എടുത്ത് എൻ്റെ ഫോട്ടോ എടുത്ത് അത് സെറ്റാക്കിയിട്ട് എന്നിട്ട് ആർക്ക് അയച്ചു കൊടുത്തു? ഇതിലുള്ളതൊക്കെ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഉമ്മമാരാ മീറ്റിങ്ങിന് വരിക, ഉമ്മമാരെ നമ്പറാ. എല്ലാ ഉമ്മമാർക്കും നിമിഷ നേരം കൊണ്ട് പേര് നോക്കി ജിസ്രിയ മദർ, ഹന മദർ എന്നൊക്കെ അല്ലേ അടിക്കുക, പേരറിയാത്തതുകൊണ്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ ഉടനെ ഫോൺ വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ അയച്ചല്ല നിങ്ങളെ മക്കളാന്ന് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഈ കോണി ഡിലീറ്റ് ആക്കണം,
ബ്രെയിൻ റോട്ട്, ഇങ്ങനത്തെ മക്കളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഈ മക്കളുടെ മുമ്പിൽ നമ്മളെങ്ങനെ പോകുന്ന 13.5 വയസ്സാണ് ഇപ്പോൾ മദ്യപിക്കുന്ന പ്രായം എന്നാണ് പറയുന്നത്. 13.5 വയസ്സ് ലേറ്റസ്റ്റ് പഠനം. 19-13ലേക്ക് പോയി. ഈ 13.5 വയസ്സുള്ള ഒരു കുട്ടി മദ്യപിക്കുന്ന ലോകത്താണെങ്കിൽ നമുക്ക് നല്ല ബാധ്യതകളുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. മക്കളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. റസൂൽ പറഞ്ഞു, ഒരു ബാപ്പയും ഉമ്മയും മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനമുണ്ട്. ആ സമ്മാനം എന്താണെന്ന് വെച്ചാൽ സംസ്കാര സമ്പന്നനാക്കി മക്കളെ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്മാനം. നിങ്ങൾ എൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ അവർ കഴിയണം. എൻ്റെ നിങ്ങളെയും മയ്യത്ത് നിസ്കാരത്തിന്, വീട്ടിൽ പെൺകുട്ടിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ കഴിയണം. പള്ളിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ എത്ര മക്കൾ നോക്കും. നമ്മളൊക്കെ പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കൂലേ? മക്കളോട് നമ്മൾ ചോദിച്ചു നോക്കിയാൽ നമുക്കറിയാം, 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന മിക്കവാറും കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? മിക്കവാറും കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒന്ന് പൊടി തട്ടിയെടുക്കാൻ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കുണ്ടാവില്ല. ഈ ദുനിയാവ് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇട്ടേച്ച് പോകുന്ന 3 നിധിയില്ലേ? ഒന്ന് പള്ളിയിലേക്ക് പോകുമ്പോട്ടിരിക്കുന്ന 5 പൈസ, അല്ല ഒരു 10 രൂപ. മറ്റൊന്ന് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്ന അറിവ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി റസൂൽ പറഞ്ഞു, വലതുൻ സ്വാലിഹുൻ യദൂലഹു, ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. കൈ ഉയർത്തുമ്പോഴേക്ക് എന്നെ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പറയുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും വലിയ നിധിയല്ലേ? അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത്, MSMലേക്കും IGMലേക്കും നമ്മുടെ മക്കളെ തിരിച്ചു വിട്ടാൽ ഒരു പരിധി വരെ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, ഇവരെ നമുക്ക് കിട്ടിയേക്കും. നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ നല്ലൊരു പണി നമുക്ക് എടുക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ജാഗ്രത പുലർത്തി നമുക്ക് ജീവിച്ചാൽ രക്ഷപ്പെടാൻ കഴിയും. നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥന ഗൗരവമായിട്ട് നമ്മൾ കാണുക. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന അല്ലേ? ആ പ്രാർത്ഥന നമ്മൾ നടത്തുക. ഞാനിപ്പോൾ നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഹദീസിൽ വന്നതല്ല. എൻ്റെ മകനെയൊക്കെ ഞാൻ ക്യാമ്പസ് പറഞ്ഞയച്ചപ്പം ബേജാറ് കൊണ്ട് തുടങ്ങിയൊരു പ്രാർത്ഥന. അങ്ങനെ മുമ്പ് പ്രാർത്ഥിക്കട്ടോ, അല്ലാഹുമ്മ ലാ തജ്അൽ ദുർരിയാതിന ഫിത്നതൻ യാ അർഹമർ റഹീമീൻ. പടച്ചോനെ, മക്കളെങ്ങി പരീക്ഷണമാക്കി മാറ്റല്ലേ. മക്കൾ പരീക്ഷണമായിട്ട് മാറിയാൽ കഥ കഴിഞ്ഞു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ മേപ്പയ്യൂർ എന്ന സ്ഥലത്ത് MSMൻ്റെ കുട്ടികൾ വീട്ടിൽ പോയി ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഇനി വീട്ടിലേക്ക് വരരുത്, എൻ്റെ മോന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, ദയവ് ചെയ്ത് വീട്ടിലേക്ക് വരരുതെന്ന്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതേ ഉമ്മ വിളിക്കുകയാണ്. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ എങ്ങോട്ടും കൊണ്ടുപോയിക്കോളണം. ഇവർ പോയി നോക്കുമ്പോഴേക്ക് അവൻ്റെ ലൈന് മുഴുവൻ മാറിയിട്ടുണ്ട്. ലൈന് മുഴുവൻ മാറി. അവനെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നടന്നില്ല. സ്വാഭാവികമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമല്ല, നമ്മൾ സംഘടനാ പ്രവർത്തകന്മാരായതുകൊണ്ട് കാര്യമല്ല. റബ്ബിൻ്റെ വലിയ തൗഫീഖ് കൂടി ഉണ്ടായാൽ നമ്മുടെ മക്കളെയും നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് ഇത്ര മാത്രമേ പറയാനുള്ളൊരു സമയത്തിൻ്റെ ഒരു പരിമിതി എൻ്റെ മുമ്പിൽ വ്യക്തിപരമായിട്ടുണ്ട്. നിങ്ങൾ ചർച്ച സജീവമാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ SISൻ്റെ കാര്യം പ്രത്യേകം പറയാണ്. വലിയ ഒരു മാറ്റം ഉണ്ടായി എൻ്റെ നാട്ടിലെ. ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, അതിൽ നല്ലൊരു ശതമാനം ആളുകൾ വെറുതെ ആയില്ല, മദ്രസ അധ്യാപകരായിട്ടടക്കം മാറി. പിന്നെ ഒരു കോഴ്സിനോട് പങ്കെടുത്തു, മദ്രസ അധ്യാപകരായി. ഇൻഷാ അല്ലാഹ് അവിടെ PPT ഒക്കെ ഉപയോഗിച്ച് PowerPoint പ്രസൻറ്റേഷനിലൊക്കെ ആയിരിക്കും ക്ലാസ് അവതരിപ്പിക്കുക. ഒന്നുമില്ല, നമ്മുടെ ജീവിതത്തിലെ 1 മണിക്കൂർ നേരം, ആഴ്ചയിൽ ഒരു ക്ലാസ്സല്ലേ ഇവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, 1 മണിക്കൂർ നേരം നമ്മൾ വന്നിരിക്കുക. കുറച്ച് ത്യാഗം സഹിച്ചാൽ നമ്മൾ വന്നിരിക്കുക. സാധാരണ ഇതിൻ്റെ ഉദ്ഘാടനവും സമാപനവും ഒക്കെ ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവരുത്. ഉദ്ഘാടനവും സമാപനവും ഒരു ദിവസമായി പോകരുത്. ഉദ്ഘാടനം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. സമാപനം 1 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതേപോലെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സെറിമണിയിലൊക്കെ എനിക്ക് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടാവണം. ഞാനിങ്ങനെ വണ്ടിയൊന്നും ഇല്ലാതെയാണ് വന്നത്. ഒരു ബസ്സിനെ ലക്ഷ്യം വെച്ച് നീങ്ങാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇവയെ അവസാനിപ്പിച്ചത്. നിങ്ങളുടെ ഈ കൂട്ടായ്മ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഈ പുണ്യകർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.